നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഹാശ്വേതാദേവിയുടെ ദ്രൗപദിയെക്കുറിച്ചാണ്. ശരിക്കും മനസ്സിലിരുന്ന് പൊള്ളിക്കുന്ന ഒരു ചെറുകഥയാണിത്. തീർച്ചയായും. നമ്മുടെ മുന്നിൽ ഈ കഥയുടെ ഒരു സംഗ്രഹമുണ്ട്, പല തരത്തിലുള്ള വിശകലനങ്ങളുണ്ട്. അപ്പോ നമ്മുടെ ഇന്നത്തെ ദൗത്യം ഇതിന്റെ എല്ലാം ഉള്ളിലേക്കൊന്ന് ഊളിയിടുക എന്നതാണ്. ഒരു ഗോത്രവർഗക്കാരിയായ സ്ത്രീ ഡൊപ്തിമെജൻ, അവളുടെ ചെറുത്തുനിൽപ്പ് എങ്ങനെയാണ് അധികാരം, ശരീരം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ ധാരണകളെ മാറ്റുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. തീർച്ചയായും. ഈ കഥയിലേക്ക് കടക്കും മുൻപ് അതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ അയച്ചു തന്ന രേഖകളിലും അക്കാര്യം പറയുന്നുണ്ടല്ലോ. ഇത് വെറുമൊരു സങ്കല്പകഥയല്ല. അതെ, 1970കളിലെ ആ ഒരു കാലഘട്ടം. അതെ അതെ. പശ്ചിമ ബംഗാളിലെ നക്സലൈറ്റ് കർഷക മുന്നേറ്റങ്ങളുടെ കാലം. അടിച്ചമർത്തുന്ന ജന്മിമാർക്കും ഭരണകൂടത്തിനുമെതിരെ ആദിവാസി സമൂഹം നടത്തിയ വലിയ പോരാട്ടമുണ്ടായിരുന്നു. നമ്മുടെ കഥാനായിക ദോപ്തി മെഹൻ സാന്താൽ ഗോത്രത്തിൽപ്പെട്ട ആ പോരാട്ടത്തിന്റെ ഭാഗമായൊരു സ്ത്രീയാണ്. അതുകൊണ്ട് ഈ കഥ വായിക്കുമ്പോൾ അതൊരു വ്യക്തിയുടെ മാത്രം കഥയല്ല, ഒരു ജനതയുടെ മുഴുവൻ നിലവിളിയാണ്, ചെറുത്തുനിൽപ്പാണ് എന്നോർക്കണം. അതെ, ആ പശ്ചാത്തലം വളരെ പ്രധാനമാണ്. അപ്പോൾ നമുക്ക് ദൊപ്തിയിലേക്ക് വരാം. ആരാണവൾ? നിങ്ങൾ നൽകിയ കുറിപ്പുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവൾ വെറുമൊരു ഇരയല്ല, മറിച്ചൊരു പോരാളിയാണ്. ശരിയാണ്. ഭർത്താവ് ദുൽനയോടൊപ്പം ഒളിവിൽ കഴിയുന്ന ഒരു വിപ്ലവകാരി. അഴിമതിക്കാരനായ ഭൂവുടമ സുർജ സാഹുവിനെ കൊന്നതിനും വരൾച്ചക്കാലത്ത് അയാൾ തടഞ്ഞുവെച്ച വെള്ളം ജനങ്ങൾക്കായി തുറന്നുവിട്ടതിനും പോലീസ് തിരയുന്ന ഒരു കുറ്റവാളിയാണവൾ. അവളുടെ ലോകം അത് ഝാർഖണ്ഡിലെ വനങ്ങളാണ്. നിങ്ങൾ ആ വനത്തെക്കുറിച്ച് പറഞ്ഞത് വളരെ പ്രധാനമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ കാട് ഈ കഥയിലെ മറ്റൊരു കഥാപാത്രമാണ്. അതെങ്ങനെയാണ്? അതായത് വിപ്ലവകാരികൾക്ക് അത് അഭയസ്ഥാനമാണ്, അമ്മയെപ്പോലെ സംരക്ഷിക്കുന്ന ഒരിടം. എന്നാൽ ഭരണകൂടത്തിന് അതൊരു ഓപ്പറേഷൻ ഏരിയ ആണ്, ശത്രുക്കളെ വേട്ടയാടി പിടിക്കാനുള്ള ഒരിടം. അതുതന്നെ. ആ കാടിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ ദുപ്തിയുടെ ജീവിതവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു. ഇനി മറുവശത്തുള്ള ആളെ നോക്കൂ, സേനാനായക്. അയാൾ വെറുമൊരു പട്ടാള ഉദ്യോഗസ്ഥനല്ല. അല്ല, അയാൾ കുറച്ചുകൂടി ഒരു ബുദ്ധിജീവിയാണ്, അല്ലേ? അതെ, അയാൾ വിപ്ലവകാരികളുടെ തന്ത്രങ്ങൾ പഠിക്കുന്ന, അവരെപ്പോലെ ചിന്തിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ കുറിപ്പുകളിലെ ആ വാചകം ശ്രദ്ധേയമാണ്. ശത്രുവിനെ നശിപ്പിക്കാൻ അവരിൽ ഒരാളാവുക. അയാൾക്കിതൊരു കളിയാണ്, ഒരു ബൗദ്ധിക വ്യായാമം. അപ്പോ ശത്രുവിനെപ്പോലെ ചിന്തിച്ച് അവരെ തോൽപ്പിക്കാൻ ശ്രമിച്ച സേനാനായക് ദൊപ്തിയുടെ ഈ പ്രവൃത്തിക്കു മുന്നിൽ അവിടെ പരാജയപ്പെടുകയാണോ? അയാളുടെ ബുദ്ധി കൂടെ അളക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു അവളുടെ പ്രതിരോധം. കൃത്യമായി അതാണ് സംഭവിക്കുന്നത്. പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പ് അവളെ എങ്ങനെ പിടികൂടിയെന്നറിയണം. ഭർത്താവ് ദുൽന ഒരു ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നു. എന്നിട്ടും ദുപ്തി തളരുന്നില്ല. അവൾ പോരാട്ടം തുടരുന്നു. അതെ, സേനാനായക് ദുൽനയുടെ മൃതദേഹം ഒരു കെണിയായി ഉപയോഗിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൾ ദുഃഖമടക്കിപ്പിടിച്ച് ആ കെണിയിൽ വീഴാതെ രക്ഷപ്പെടുന്നു. അവളുടെ മനസാന്നിധ്യം അത്ര വലുതാണ്. പക്ഷെ അവസാനം സ്വന്തം ആളുകൾ തന്നെ, അല്ലേ? അതെ, സ്വന്തം പ്രസ്ഥാനത്തിൽപ്പെട്ടവർ തന്നെ, ഷോമായും ബുദ്നയും അവളെ ഒറ്റിക്കൊടുക്കുകയാണ്. ആ ഭാഗം വായിച്ചപ്പോ വല്ലാത്തൊരു നിരാശ തോന്നി. സ്വന്തം ആളുകൾ തന്നെ ഒറ്റിക്കൊടുക്കുന്നു. പിടിക്കപ്പെടുമെന്നുറപ്പായ ആ നിമിഷം അവൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതെന്നെ വല്ലാതെ ആകർഷിച്ചു. ആ കുരവയിടുന്നത്. അതെ, അവൾ ഒരു കുരവയിടുന്നു. അടുത്തുള്ള സഖാക്കൾക്ക് അതൊരു മുന്നറിയിപ്പാണ്. താൻ പിടിക്കപ്പെട്ടു, രക്ഷപ്പെട്ടോളൂ എന്ന അവസാനത്തെ സന്ദേശം. സ്വാതന്ത്ര്യത്തിന്റെ അവസാന ശ്വാസത്തിലും അവൾ ചിന്തിക്കുന്നത് തന്റെ പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. ശരിയാണ്. ആ കുരുവ അവളുടെ വിപ്ലവ ജീവിതത്തിന്റെ ഒരു അവസാനത്തെ ശബ്ദമാണ്. അതിനുശേഷം സംഭവിക്കുന്നത് അത് ഭയാനകമാണ്. ദുപ്തിയെ പിടികൂടിയ ശേഷം സേനാനായക് തന്റെ പട്ടാളക്കാർക്ക് നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട്. വെറും 4 വാക്കുകൾ. എന്താണത്? അവരെ ശരിയാക്കണം, വേണ്ടത് ചെയ്യുക. ഇംഗ്ലീഷിൽ മേക്ക് ഹെർ ഡു ദ നീഡ്ഫുൾ. പ്രത്യക്ഷത്തിൽ എത്ര സാധാരണമായ വാക്കുകൾ, പക്ഷെ അതിനുള്ളിൽ മറഞ്ഞിരിക്കുന്നത് എന്തൊരു ക്രൂരതയാണ്. അവളെ ബലാത്സംഗം ചെയ്യാനും ശാരീരികമായി തകർക്കാനുമുള്ള ഒരു ലൈസൻസ്. ഇതൊരു വ്യക്തിയുടെ കാമവരിയല്ല. അല്ല, അതൊരു സൈനിക തന്ത്രമാണ്. ഭരണകൂടം ഒരു സ്ത്രീയുടെ ശരീരത്തിനുമേൽ നടത്തുന്ന ആസൂത്രിത ആക്രമണമാണ്. ആ വിവരണം വായിച്ചപ്പോൾ എനിക്ക് രോമാഞ്ചം വന്നു. ആ നിർദ്ദേശത്തിലെ തണുപ്പാണ് ഏറ്റവും ഭീകരം. ഡു ദ നീഡ്ഫുൾ. ഒരു ഫയൽ നീക്കുന്ന ലാഘവത്തോടെയാണ് ഒരു മനുഷ്യജീവിയെ ഇല്ലാതാക്കാൻ നിർദ്ദേശിക്കുന്നത്. ആ രാത്രിക്ക് ശേഷം വരുന്ന പ്രഭാതത്തിലാണ് കഥയുടെ ഗതി മാറുന്നത്.
ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് സ്തനങ്ങൾ കടിച്ചുപറിച്ച നിലയിൽ അവൾക്ക് ബോധം വരുമ്പോൾ അവളെ സേനാനായകന്റെ മുന്നിൽ ഹാജരാക്കാൻ ഉത്തരവ് വരുന്നു. അവിടെയാണ് കഥയുടെ കാതൽ. പട്ടാളക്കാർ അവൾക്ക് നേരെ ഒരു തുണിക്കഷ്ണം എറിഞ്ഞുകൊടുക്കുന്നു, ഉടുക്കാൻ വേണ്ടി. എന്നാൽ ദൊബ്തി അവളത് ചെയ്യാൻ വിസമ്മതിക്കുന്നു. വീണ്ടും വലിച്ചു കയറി ദൂരെ എറിയുന്നു. എന്നിട്ട് പൂർണ്ണ നഗ്നയായി ദേഹമാസകലം ചോരയൊഴിപ്പിച്ച് മുറിവുകളുമായി അവൾ സേനാനായകന്റെ മുന്നിലേക്ക് നടന്നു ചെല്ലുന്നു. സ്വന്തം ശരീരം ഒരു ആയുധമാക്കുക, അങ്ങനെയൊരു ചിന്ത തന്നെ അസാധാരണമാണ്. എങ്ങനെയാണ് ഒരു എഴുത്തുകാരിക്ക് അങ്ങനെയൊരു സന്ദർഭം സൃഷ്ടിക്കാൻ കഴിയുന്നത്? ആ നിമിഷം മുതൽ അവൾ ഇരയല്ല, അല്ലേ? തീർച്ചയായുമല്ല. ആ നിമിഷം അധികാരത്തിന്റെ എല്ലാ സമവാക്യങ്ങളും തകിടം മുറിയുകയാണ്. അതുവരെ വേട്ടക്കാരനായിരുന്ന സേനാനായകൻ ഇരയായി മാറുന്നു. ഇരയായിരുന്ന ദൊബ്തി വേട്ടക്കാരിയാവുന്നു. അവൾ തന്റെ ശരീരം അവർക്ക് നേരെ ഒരു കണ്ണാടി പോലെ പിടിക്കുകയാണ്. അതുതന്നെ. ഇതാണ് നിങ്ങൾ ചെയ്തത്, ഇത് കാണൂ എന്ന് നിശബ്ദമായി പ്രഖ്യാപിക്കുകയാണ്. അവൾ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന ആ ചോദ്യങ്ങൾ. എന്നെ ഉടുതുണി അഴിക്കാൻ നിങ്ങൾക്ക് കഴിയും, പക്ഷേ എങ്ങനെ എന്നെ വീണ്ടും വസ്ത്രം ധരിപ്പിക്കും? നിങ്ങളൊരു പുരുഷനാണോ? ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ തോക്കും അധികാരവുമുള്ളവർ നിരായുധരാവുന്നു. നിങ്ങൾ അയച്ചു തന്ന വിശകലനത്തിലെ ഒരു വാചകം എന്റെ മനസ്സിൽ പതിഞ്ഞുപോയി. ജീവിതത്തിലാദ്യമായി നിരായുധനായ ഒരു ലക്ഷ്യത്തെ അയാൾക്ക് ഭയങ്കരമായി ഭയം തോന്നി. അയാൾക്ക് തോക്കുകളുണ്ട്, പട്ടാളമുണ്ട്, ഭരണകൂടത്തിന്റെ പിന്തുണയുണ്ട്. അവൾക്കാണെങ്കിൽ ഒന്നുമില്ല, ദേഹത്തൊരു തുണ്ടുതുണി പോലുമില്ല. എന്നിട്ടും അയാൾ ഭയക്കുന്നു. എന്തുകൊണ്ടാണ് അയാൾക്ക് ഭയം തോന്നുന്നത്? അതൊരു സാധാരണ ഭയമല്ല, സ്വന്തം ജീവൻ പോകുമെന്ന ഭയമല്ലാത്. മറിച്ച് താൻ വിശ്വസിക്കുന്ന, താൻ പ്രതിനിധീകരിക്കുന്ന അധികാരവ്യവസ്ഥിതി മുഴുവൻ കൺമുന്നിൽ തകർന്നു നീളുന്നത് കാണുമ്പോഴുള്ള ഭയമാണ്. ഓഹ്, ശരി. സേനാനായക്ക് ഒരു ബുദ്ധിജീവിയാണ്. അയാൾക്ക് എല്ലാറ്റിനും കൃത്യമായ വിശദീകരണങ്ങളുണ്ട്. വിപ്ലവകാരികളെ എങ്ങനെ നേരിടണമെന്നതിനെക്കുറിച്ച് അയാൾക്ക് പുസ്തകങ്ങളുണ്ട്, തന്ത്രങ്ങളുണ്ട്. പക്ഷേ ദ്രൗപദിയുടെ ഈ പ്രവൃത്തി അതയാളുടെ ഒരു പുസ്തകത്തിലുമില്ല. അതിനെങ്ങനെ നേരിടണമെന്ന് അയാൾക്കറിയില്ല. അറിയില്ല. ലജ്ജിക്കേണ്ടവൾ ലജ്ജിക്കാതെ ലജ്ജിപ്പിക്കേണ്ടവരെ തുറിച്ചു നോക്കുമ്പോൾ അയാളുടെ ലോകം കീഴ്മേൽ മറിയുകയാണ്. അടിച്ചമർത്തപ്പെട്ടവളുടെ രക്തം തെറിപ്പിക്കുന്നു. അവിശ്വസനീയം. ഈ കഥയുടെ തലക്കെട്ട് ദ്രൗപദി എന്നാണല്ലോ. അത് യാദൃച്ഛികമല്ലെന്ന് വ്യക്തം. മഹാഭാരതത്തിലെ ദ്രൗപദിയുമായി ഇതിനെ ബന്ധിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. തീർച്ചയായും അതൊരു ബോധപൂർവമായ തിരുത്തിയെഴുത്താണ്. പുരാണത്തിലെ ദ്രൗപദിയെ കൗരവർ വസ്ത്രാക്ഷേപം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ രക്ഷിക്കാൻ ശ്രീകൃഷ്ണൻ എത്തുന്നുണ്ട്. അനന്തമായ സാരി നൽകി ഒരു ദൈവീകമായ ഇടപെടൽ അവിടെ നടക്കുന്നു. എന്നാൽ ഇവിടെ ആധുനിക കാലത്തെ ഈ ദ്രൗപദിയെ, ദൊപ്തിയെ രക്ഷിക്കാൻ ഒരു ദൈവവും വരുന്നില്ല, ഒരു പുരുഷനും വരുന്നില്ല, അത്ഭുതങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ കഥ പറയുന്നത് ദൊബ്തിയെപ്പോലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾക്ക് രക്ഷകരെ കാത്തിരിക്കാൻ സമയമില്ല, അവർ സ്വയം രക്ഷകരാകണമെന്നാണോ? അവരുടെ രക്ഷ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണമെന്നാണോ? അതെ, ഇതാണ് ആധുനിക കാലത്തെ യാഥാർത്ഥ്യം. ദൊപ്തിക്ക് ദൈവീകമായ സഹായം ലഭിക്കുന്നില്ല. കാരണം ഒരുപക്ഷെ ആ സഹായം അടിച്ചമർത്തപ്പെട്ടവരുടെ അടുത്തേക്ക് എത്താറുണ്ടാവില്ല. അതുകൊണ്ട് അവൾ സ്വന്തം ശരീരത്തെ രക്ഷാകവചമാക്കുന്നു. ശരിയാണ്. പുരാണത്തിലെ ദ്രൗപദി തന്റെ മാനം രക്ഷിക്കാൻ ദൈവത്തെ വിളിച്ചപ്പോൾ ഇവിടത്തെ ദുപ്തി ലജ്ജ എന്ന ആശയത്തെ തന്നെയാണ് തകർത്തെറിയുന്നത്. ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ അവൾ ലജ്ജിച്ചു തലതാഴ്ത്തണമെന്ന സാമൂഹിക നിയമത്തെയാണ് അവൾ ചോദ്യം ചെയ്യുന്നത്. ആ ലജ്ജ മുഴുവൻ അവൾ തിരിച്ചുവിടുന്നു. അതെ, അക്രമികൾക്ക് നേരെ തിരിച്ചുവിടുന്നു. അതുകൊണ്ടാണ് സേനാനായക് ഭയന്ന് വിറച്ചത്. അയാളാണ് ആ നിമിഷം നഗ്നനായി പോകുന്നത്, ദുപ്തിയല്ല. ഈ കഥയെ ആഗോളതലത്തിൽ പ്രശസ്തമാക്കിയത് ഗായത്രി ചക്രവർത്തി സ്പിവാക്കിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണെന്ന് നിങ്ങളുടെ കുറിപ്പുകളിൽ പറയുന്നുണ്ട്. സബാൾട്ടേൺ എന്നൊരു ആശയത്തെക്കുറിച്ചും അതിൽ പരാമർശിക്കുന്നു. എന്താണത്? ഈ കഥയുമായി അതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? സബോൾട്ടൺ എന്നാൽ സമൂഹത്തിന്റെ അധികാരഘടനയിൽ ഏറ്റവും താഴെക്കിടയിലുള്ള, ശബ്ദമില്ലാത്ത, അടിച്ചമർത്തപ്പെട്ട വ്യക്തികളോ വിഭാഗങ്ങളോ ആണ്. ചരിത്രത്തിലും സാഹിത്യത്തിലുമൊന്നും അവരുടെ ശബ്ദം നമ്മൾ കേൾക്കാറില്ല. സ്പിവാക്ക് ക്യാൻ ദ സബോൾട്ടേൺ സ്പീക്ക്, അതായത് ശബ്ദമില്ലാത്തവർക്ക് സംസാരിക്കാൻ കഴിയുമോ എന്ന പ്രശസ്തമായൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മഹാശ്വേതാദേവിയുടെ ഈ കഥ അതിനൊരു ഉത്തരമാണ്. അതെ, അവർക്ക് സംസാരിക്കാൻ കഴിയും, പക്ഷേ സംസാരം നമ്മൾ കേട്ട് പരിചയിച്ച രീതിയിലാവില്ല. അതുതന്നെ, അത് നമ്മൾ കേട്ട് പരിചയിച്ച വാക്കുകളിലൂടെയോ ഭാഷയിലൂടെയോ ആയിരിക്കണമെന്നില്ല.
അപ്പോൾ ദ്രൗപദിയുടെ അവസാനത്തെ ആ പ്രവൃത്തി, അവളുടെ നഗ്നമായ ശരീരം, അതാണോ അവളുടെ ഭാഷ? അതെ, അതാണ് അവളുടെ ഭാഷ. വാക്കുകൾ കൊണ്ട് സംസാരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ കേൾക്കാൻ ആരുമില്ലാത്തൊരു ലോകത്ത് അവൾ സ്വന്തം ശരീരത്തെ ഒരു പ്രസ്താവനയാക്കി മാറ്റുന്നു. അത് സഹിക്കാൻ പറ്റാത്ത, ഞെട്ടിക്കുന്നൊരു സത്യത്തിന്റെ ഭാഷയാണ്. ശരിയാണ്. സ്പിവാക്കിന്റെ പരിഭാഷ വെറുമൊരു മൊഴിമാറ്റമായിരുന്നില്ല. അവർ അതിനൊരു ആമുഖമെഴുതി ഈ കഥയുടെ രാഷ്ട്രീയവും ചരിത്രപരമായ പശ്ചാത്തലം ലോകത്തിന് വിശദീകരിച്ചു കൊടുത്തു. അതോടെ ദ്രൗപദിയെ കേവലം ഒരു ഇരയായി കാണുന്നതിൽ നിന്ന് വായനക്കാർ മാറി. അവളുടെ പ്രവൃത്തിയെ ശക്തമായ ഒരു രാഷ്ട്രീയ ചെറുത്തുനിൽപ്പായി കാണാൻ തുടങ്ങി. അതെ, സ്പിവാക്ക് ആ കഥയ്ക്ക് ലോകത്തോട് സംസാരിക്കാനുള്ളൊരു മെഗാഫോൺ നൽകിയെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മളിവിടെ പലതരം അക്രമങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സുർജസാഹു വെള്ളം തടഞ്ഞുവെക്കുന്നത് ഒരു സാമ്പത്തിക അക്രമമാണ്. സേനാനായകന്റെ പട്ടാളം നടത്തുന്നത് ഭരണകൂടത്തിന്റെ അക്രമമാണ്. അതിനെല്ലാം ഉപരി ബലാത്സംഗത്തെ ഒരു യുദ്ധതന്ത്രമായി ഉപയോഗിക്കുന്നത് അതേറ്റവും ക്രൂരമായ ലിംഗപരമായ അക്രമവുമാണ്. ശരിയാണ്. ഇതെല്ലാം ആ ഒരൊറ്റ സ്ത്രീയുടെ ശരീരത്തിലാണ് വന്നു ചേരുന്നത്. കൃത്യമാണ്. അവൾ ഒരു വ്യക്തി എന്നതിലുപരി ഒരു പ്രതീകമായി മാറുകയാണ്. ദാരിദ്ര്യം, ജാതി, ലിംഗം, ഭരണകൂട ഭീകരത ഇതെല്ലാം ഒത്തുചേരുന്ന ഒരു സംഗമസ്ഥാനമാണ് ദ്രൗപദിയുടെ ശരീരം. എന്നാൽ ആ ശരീരത്തെ തന്നെ അവൾ പ്രതിരോധത്തിനുള്ള ആയുധമാക്കി മാറ്റുന്നു എന്നതാണ് ഈ കഥയെ അസാധാരണമാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ ഒന്നോർത്തു നോക്കിയാൽ, ഒരു സാധാരണ വിപ്ലവകാരിയിൽ നിന്ന് തകർക്കാനാവാത്ത ചെറുത്തുനിൽപ്പിന്റെ ഒരു പ്രതീകമായി മാറുന്ന ദ്രൗപദിയുടെ യാത്ര നമ്മൾ കണ്ടു. പാർശ്വൽക്കരിക്കപ്പെട്ട ഒരു സ്ത്രീക്ക് ശക്തി പകരാനായി ഒരു പുരാണത്തെ എങ്ങനെ തിരുത്തിയെഴുതാം എന്നും കണ്ടു. അക്രമത്തിനിരയായ ഒരു ശരീരത്തെ എങ്ങനെ പ്രതിഷേധത്തിന്റെ ഏറ്റവും മൂർച്ചയേറിയ ആയുധമാക്കി മാറ്റാമെന്നും നമ്മൾ ചർച്ച ചെയ്തു. അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളോടൊരു കാര്യം കൂടി. യഥാർത്ഥ ശക്തി എന്നത് ആയുധങ്ങളോ അധികാരമോ അല്ലെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദ്രൗപദിയെ അടിച്ചമർത്തിയവരുടെ കയ്യിൽ എല്ലാ ഭൗതിക ശക്തികളുമുണ്ടായിരുന്നു. എന്നാൽ അവളുടെ കയ്യിലുണ്ടായിരുന്നത് ധാർമ്മികമായ ശക്തിയായിരുന്നു. അതെ, ആ ശക്തി കൊണ്ട് അവൾ അവരുടെ അധികാരത്തെ ഉരിഞ്ഞെറിഞ്ഞു. അതെ, അവരെ ഭയപ്പെടുത്തി. നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. കഥ അവിടെ അവസാനിക്കുകയാണ്. ദ്രൗപദി സേനാനായകന്റെ മുന്നിൽ നിൽക്കുന്നു. അയാൾ ഭയക്കുന്നു. പക്ഷെ ആ നിമിഷത്തിന് ശേഷം എന്ത് സംഭവിച്ചിരിക്കാം? അധികാരത്തെക്കുറിച്ചുള്ള ഒരുവന്റെ എല്ലാ ധാരണകളെയും തകർത്തെറിയുന്ന അങ്ങനൊരു കാഴ്ചയ്ക്ക് സാക്ഷിയായ ശേഷം സേനാനായകന് പഴയതുപോലെ തുടരാൻ കഴിയുമോ? ഒരു തോക്കിന് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ വലിയ മുറിവല്ലേ ദ്രൗപദി അയാളുടെ ആത്മാവിലേൽപ്പിച്ചത്? അതുതന്നെ. ആ ചോദ്യം കഥ നമ്മോടും ചോദിക്കുന്നുണ്ട്.